ചോദ്യപേപ്പർ ചോർച്ച കേസിൽ MS സൊല്യൂഷൻ CEO M ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. കോഴിക്കോട് സെഷൻസ് കോടതിയാണ് വിധി പറയുക. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, കഴിഞ്ഞ ദിവസം MS സൊല്യൂഷൻ CEO M ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് വീണ്ടും കോടതി വിധി പറയുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇത് മൂന്നാമത്തെ തവണയാണ് കോടതി ഇത്തരത്തിൽ വിധി പറയുന്നത് മാറ്റിവെക്കുന്നത്. ഇന്ന് ഒരു നിർണായകമായൊരു വിധി തന്നെ ഉണ്ടാകും എന്നാണ് ഷുഹൈബിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം. പക്ഷേ ഷുഹൈബ് പ്രത്യക്ഷത്തിൽ തന്നെ വന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം തന്നെയാണ്. അത് കൂടാതെ തന്നെ 11 മണിയോട് കൂടിയായിരിക്കും കോടതി നടപടികളെല്ലാം ആരംഭിക്കുക. തുടർന്ന് 12 മണിയോട് കൂടിയായിരിക്കും കേസുകൾ പരിഗണിക്കുക എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും നേരത്തെ വന്നൊരു വാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഹൈബിനെ ചോദ്യം ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഷുഹൈബിന് വലിയ ഒരു ബന്ധം തന്നെയുണ്ട്. ആ ഒരു ബന്ധം വെളിവാക്കണമെങ്കിൽ ഷുഹൈബിനെ ചോദ്യം ചെയ്തേ മതിയാകൂ എന്നുള്ള രീതിയിലാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നത്. അതുകൂടാതെ തന്നെ ഈ കേസിൽ ചോദ്യപേപ്പർ എവിടെ നിന്ന് വന്നു, എവിടെ നിന്ന് ലഭിച്ചു, ആരൊക്കെ ഇതിന്റെ പിന്നിൽ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാവണമെങ്കിൽ ഷുഹൈബിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ സാധിക്കൂ എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നത്. അതുകൂടാതെ തന്നെ പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് ഈ ചോദ്യപേപ്പറുകൾ ഈ ചോദ്യങ്ങൾ പ്രവചിച്ചു എന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് മാത്രമാണ് ഈ പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതല്ലാതെ മറ്റു കുറ്റങ്ങളൊന്നും തന്നെ തന്റെ പ്രതി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രതിഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അറസ്റ്റോ അല്ലെങ്കിൽ ഒരു കസ്റ്റഡിയുടെ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിഭാഗം വാദിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് നടപടികളിലേക്കൊന്നും കടക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രതിഭാഗം വാദിച്ചിരുന്നത്. അതുകൂടാതെ തന്നെ മറ്റ് 3 കേസുകൾ പ്രതിക്ക് നേരെ ചുമത്തിയിട്ടുള്ള മറ്റ് മൂന്ന് കേസുകളൊന്നും തന്നെ നിലനിൽക്കില്ല എന്ന് തന്നെയാണ് പ്രതിഭാഗം വാദിച്ചിരുന്നത്. നേരത്തെയും ഈ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഷുഹൈബിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് സാധിക്കാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ക്രൈംബ്രാഞ്ച് ഷുഹൈബിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിന് സാധിക്കാതിരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം കോടതിയിൽ സംഘടിത കുറ്റകൃത്യ വകുപ്പ് കൂടി ചുമത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. ക്രൈംബ്രാഞ്ച് ഇപ്പോഴും ഷുഹൈബിനെയും അതുപോലെ തന്നെ മറ്റ് രണ്ട് അധ്യാപകരെയും ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. നിലവിൽ 3 പേരും ഒളിവിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നേരത്തെയും ഷുഹൈബിനും അതുപോലെ തന്നെ മറ്റു 2 അധ്യാപകർക്കും നോട്ടീസ് നൽകിയിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് വേണ്ടിയുള്ള. പക്ഷേ ഇതുവരെയും ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാവാനോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ മൊബൈൽ ഫോണുകൾക്ക് യാതൊരു വിധത്തിലും ഹാജരാകുന്നതിന് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു പ്രതികരണം ഒന്നും തന്നെ പ്രതികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. എന്നാൽ കേസിന്റെ ഭാഗത്ത് നിന്നും പറയുന്നത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് പ്രതികൾക്ക് രക്ഷപ്പെടാൻ ഒരു സാധ്യത ഉണ്ടാക്കി കൊടുത്തു. ഇതിൽ ക്രൈംബ്രാഞ്ചും കൂട്ടുനിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് നേരത്തെയും KSUവും അതുപോലെ തന്നെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞിരുന്നത്. അതുകൂടാതെ തന്നെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രമേശ് ചെന്നിത്തല കോഴിക്കോട്ട് ഡിയിൽ സത്യാഗ്രഹ സമരവും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു കേസിൽ ഷുഹൈബിന്റെ അറസ്റ്റ് നീളുന്നതോടു കൂടി വലിയ രീതിയിലൊരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കളും അടക്കം വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. ഹരിത. ശരി, അഭിനയാണ് വിവരങ്ങൾ നൽകിയത്.